सरस्वती वाजेभिर्वाजिनीवती धिरामवित्रवतु गणेशाय नमः सरस्वत्यै नमः श्रीगुरुभ्यो नमः हरिः ഓം. നമസ്കാരം. ഇന്ന് ഞാൻ ലളിതാ സഹസ്രനാമത്തിൽ നിന്നുള്ള ഒരു 4 വരിയാണ് ചൊല്ലാൻ പോകുന്നത്. പരാ പ്രത്യക്ഷിതിരൂപ പശ്യന്തി പരദേവത മധ്യമാ വൈഖരി രൂപ ഭക്തമാനസഹംസിക. പരാ പശ്യന്തി മധ്യമാ വൈഖരി. ഇങ്ങനെ പരാവാണിയായും പശ്യന്തി വാണിയായും മധ്യമാവാണിയായും വൈഖരി വാണിയായും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ശബ്ദം എന്ന ദേവത, അതാണ് പരാശക്തി എന്നാണ് ലളിതാ സഹസ്രനാമം പറയുന്നത്. ഇനി നമ്മൾ കർണാട്ടിക് മ്യൂസിക് പഠിക്കുമ്പോൾ വാതാപി ഗണപതി ഭജേഹം എന്നുള്ള കീർത്തനത്തില് പരാതി ചത്വാരി വാഗാത്മകം, പരാ ആദി ചത്വാരി വാഗ് എന്ന് വെച്ചാൽ പരാ പശ്യന്തി മധ്യമ വൈഖരി. ഇങ്ങനെ ശബ്ദം 4 വാണി രൂപത്തിൽ, അതായത് 4 വാണികളായി അല്ലെങ്കിൽ 4 രൂപത്തിൽ ഗണപതിയുടെ രൂപത്തിൽ നമ്മുടെ മൂലാധാരത്തിൽ ഇരിക്കുന്നു എന്നാണ് ആ കീർത്തനം പറയുന്നത്. അപ്പം ഗണപതിയായും സരസ്വതിയായും പരാശക്തിയായും എല്ലാം ശബ്ദരൂപത്തിൽ നമ്മളുടെ മൂലാധാരത്തിലും ചക്രങ്ങളിൽ, എല്ലാ ചക്രങ്ങളിലും 6 ചക്രങ്ങളിലും ശബ്ദ തന്മാത്രകളായിട്ടിരിക്കുന്നതാണ് ഈശ്വരൻ. നമ്മുടെ ശബ്ദം തന്നെയാണ് ഈശ്വരൻ. ഈ പ്രപഞ്ചത്തിൽ ശബ്ദമായി നിലനിൽക്കുന്നത് എന്തോ അത് തന്നെയാണ് നമ്മുടെ ഷഡാധാരങ്ങളിലിരിക്കുന്ന ഈ ശബ്ദ തന്മാത്രകൾ. അതിനെയാണ് നമ്മൾ ആ ശബ്ദം കൊണ്ട് അക്ഷരങ്ങളായിട്ട് പുറത്തേക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ അത് അക്ഷരങ്ങളായി പുറത്തു വരുന്നത്. പരാവാണി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സംസാരിക്കാൻ തോന്നുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ തോന്നുന്ന നമ്മുടെ ചലനം അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഒരു ചലനമാണ് പരാവാണി. ആ ആത്മാവിൻ്റെ ചലനം നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാക്കുന്ന ഫ്രീക്വൻസി അല്ലെങ്കിൽ ബ്രെയിനിൽ ഉണ്ടാക്കുന്ന ആ കമ്പനം അല്ലെങ്കിൽ ആ മൂവ്മെൻ്റ് ആണ്, അതിലേക്ക് കൊടുക്കുന്ന സിഗ്നലാണ് പശ്യന്തി വാണി. ഈ പശ്യന്തി വാണി ബ്രെയിനിൽ നിന്നും നമ്മുടെ നാഡികളിലേക്ക് കൊടുക്കുന്ന സിഗ്നൽസാണ് മധ്യമാവാണി. ഈ മധ്യമാവാണി നമ്മുടെ മൂലാധാരത്തിൽ വന്നിട്ട് അത് വീണ്ടും നമ്മുടെ വായിലൂടെ അല്ലെങ്കിൽ നാവിലൂടെ അക്ഷരങ്ങളായി പുറത്തു വരുന്നതാണ് വൈഖരി വാണി. അപ്പം ഇത്രയും പ്രോസസ്സാണ് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്. അപ്പം സംസാരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ പാടുന്നത്, സംസാരിക്കുന്നത് ഒക്കെ എത്ര പ്രാധാന്യമുള്ളൊരു കാര്യമാണെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ശരീരത്തിൽ എത്രമാത്രം പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കൂ. ഇത് ലളിതാ സഹസ്രനാമം പഠിക്കുമ്പോൾ ഈ ശബ്ദമായും എല്ലാം നമ്മുടെ ഉള്ളിലിരിക്കുന്നത് നാം അമ്പലങ്ങളിലൊക്കെ ദർശിക്കുന്ന ഈശ്വരന്മാരെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലിരിക്കുന്നത്. ദേവിയായും ഗണപതിയായും അയ്യപ്പനായും എല്ലാ ഈശ്വരന്മാരെല്ലാവരും ഗുരുക്കളെ പോലെ കാണണമെന്നാണ് ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം ആ ഗുരുക്കളായിട്ടുള്ളവരെല്ലാം ശബ്ദ തന്മാത്രകളായി ഒക്കെ നമ്മുടെ ശരീരത്തിലിരിക്കുന്നുവെന്ന് ലളിതാ സഹസ്രനാമം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ ശബ്ദത്തെ നിയന്ത്രിക്കാനും ശബ്ദത്തെ ക്ലിയറാക്കാനും നമ്മുടെ ഉള്ളിലുള്ള എല്ലാ അവയവങ്ങളെയും നമുക്ക് ബ്രൈറ്റ് ആക്കാൻ അല്ലെങ്കിൽ അതിനെ നല്ല ജീവൻ കൊടുക്കാൻ, പ്രാണ ഊർജത്തോടു കൂടി അതിനെ നിലനിർത്താൻ എല്ലാവരും ലളിതാ സഹസ്രനാമം ഒരു ദിവസം ഒരു നേരമെങ്കിലും ചൊല്ലണം, അതിനെ ഉപാസിക്കണം. അതിനെ ഉപാസിക്കുക എന്ന് പറയുമ്പോൾ ആ ലളിതാ സഹസ്രനാമത്തെ നമ്മൾ ഈശ്വരനായി കണ്ട് നമ്മുടെ ശരീരത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ മൈൻഡ് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോഴാണ് ആ പ്രാണ ഊർജത്തിൻ്റെ എല്ലാ ഏറ്റക്കുറച്ചിലുകളും നമുക്ക് മനസ്സിലാക്കി നമുക്ക് പ്രാണ ഊർജം നമ്മുടെ ശരീരത്തിൽ നിറയ്ക്കുവാൻ സാധിക്കുന്നത്. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹേശ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു
ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.